കണ്ണുകൾ അടച്ചുപിടിച്ച് കൺപോളകളിൽ വിരൽ കൊണ്ടമർത്തിയാൽ പ്രകാശമുള്ള പൊട്ടുകളും മറ്റും കാണുന്നത് എന്തുകൊണ്ട്? കാഴ്ച നമുക്ക് സാധ്യമാക്കുന്നത് വൈദ്യുതകാന്തിക തരംഗം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മുഖേനയാണ്. എന്നാൽ എല്ലാ വൈദ്യുതകാന്തിക തരംഗങ്ങളും നമ്മുടെ തലച്ചോറിന് പ്രകാശമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ കണ്ണിലെ റെറ്റീനയിലെ രാസവസ്തുക്കളുമായി പ്രതിപ്രവർത്തിക്കുവാൻ കഴിയുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങൾ മാത്രമാണ് നമുക്ക് പ്രകാശമായി അനുഭവപ്പെടുന്നത്. റേഡിയോ വേവ്, മൈക്രോവേവ്, അൾട്രാവയലറ്റ്, എക്സ്റേ മുതലായ വൈദ്യുതകാന്തിക തരംഗങ്ങൾ നമ്മുടെ റെറ്റീനയിലെ രാസവസ്തുക്കളുമായി പ്രതിപ്രവർത്തിക്കുവാൻ കഴിയാത്തതായതിനാൽ നമുക്കവയെ പ്രകാശമായി അനുഭവപ്പെടാറില്ല. ഇവയുടെ വേവ് ലെങ്ത് അഥവാ തരംഗദൈർഘ്യമാണ് ഇവയെ നമുക്ക് പ്രകാശമായി അനുഭവപ്പെടാൻ കഴിയുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു ക്രമമായ ഇടവേളയിൽ വൈദ്യുത തരംഗങ്ങളും കാന്തിക തരംഗങ്ങളും ഉണ്ടാക്കുന്ന ഏറ്റക്കുറച്ചിലുകളാണ് വേവ് ലെങ്ത് അഥവാ തരംഗദൈർഘ്യം എന്നറിയപ്പെടുന്നത്. ഏകദേശം 350 മുതൽ 700 നാനോമീറ്റർ വരെ തരംഗദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങൾക്കാണ് പ്രകാശമെന്ന അനുഭവം നമ്മുടെ നേത്രങ്ങൾക്ക് സമ്മാനിക്കുവാൻ സാധിക്കുന്നത്. നാം ഒരു വസ്തു കാണുന്നത് എപ്പോഴാണ്? വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കപ്പെടുന്നതോ പുറപ്പെടുവിക്കുന്നതോ ആയ വൈദ്യുതകാന്തിക തരംഗങ്ങൾ നമ്മുടെ കണ്ണിനകത്തേക്ക് കടന്ന് റെറ്റീന ഉത്തേജിപ്പിക്കുമ്പോൾ അല്ലേ? പ്രകാശം എന്ന അനുഭവം സാധ്യമാക്കാൻ റെറ്റീനയിൽ 2 തരം കോശങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അവ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. അതിൽ തന്നെ കൂടുതലായും കണ്ണിൽ കാണപ്പെടുന്നത് റോഡ് കോശങ്ങളാണ്. ഇവ തീവ്രത കുറഞ്ഞ പ്രകാശത്തിൽ റെറ്റിനയെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നതാണ്. അതിനാൽ വെളിച്ചം കുറവുള്ള സാഹചര്യങ്ങളിൽ റോഡ് കോശങ്ങൾ നമുക്ക് കാഴ്ച സാധ്യമാക്കും. ഈ സവിശേഷതയെ സ്കോട്ടോപിക് വിഷൻ എന്ന് പറയുന്നു. എന്നാൽ ഇവയ്ക്ക് നിറങ്ങളുടെ അനുഭവം നൽകുവാൻ സാധിക്കുകയില്ല. അത് സാധ്യമാക്കുന്നത് നമ്മുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന 3 വ്യത്യസ്ത തരംഗദൈർഘ്യങ്ങളിൽ പ്രതിപ്രവർത്തിക്കുവാൻ കഴിയുന്ന 3 തരം കോൺ കോശങ്ങളാണ്. അവയാണ് നിറക്കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ കുറഞ്ഞ തീവ്രതയുള്ള പ്രകാശത്തിൽ ഇവയ്ക്ക് പ്രതിപ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ഈ സവിശേഷതയെ ഫോട്ടോപിക് വിഷൻ എന്ന് പറയുന്നു. റെറ്റീനയിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ബാഹ്യ പ്രേരണകളാൽ ഉത്തേജിപ്പിക്കപ്പെടുകയും ഈ പ്രേരണകൾക്ക് അനുസൃതമായ സന്ദേശങ്ങൾ നേത്രനാഡി വഴി കാഴ്ചയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ പിൻഭാഗത്തേക്ക് അയക്കുകയും ചെയ്യുന്നു. തലച്ചോർ ഈ സന്ദേശങ്ങളെ അപഗ്രഥിക്കുമ്പോൾ വസ്തുവിൻ്റെ പ്രതിബിംബം പ്രത്യക്ഷപ്പെടുന്നു. അതായത് വസ്തു നമുക്ക് കാണാനാകുന്നു. ചില സന്ദർഭങ്ങളിൽ പ്രകാശകണികകളുടെ ഉത്തേജനം ബാഹ്യപ്രേരണകൾ കൂടാതെ തന്നെ റെറ്റീനയും നേത്രനാഡിയും മറ്റും ഉത്തേജിപ്പിക്കപ്പെടും. ഇത്തരം സന്ദർഭങ്ങളിലാണ് പ്രകാശമുള്ള പൊട്ടുകളും പലതരം ആകൃതികളുമൊക്കെ നാം കാണുന്നത്. കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറുന്നത് പോലുള്ള അനുഭവം ഉണ്ടാകുന്നതും ഇതേ കാരണം കൊണ്ടു തന്നെയാണ്. ഫോസ്ഫീൻസ് എന്നാണ് ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത്. കുറേ നേരം ഇരുട്ടുമുറിയിൽ ഇരുന്നാൽ ഈ അനുഭവം ഉണ്ടാകും. പുറമേ നിന്നുള്ള പ്രകാശത്തിൻ്റെ അഭാവത്തിൽ നേത്രനാഡീ കോശങ്ങൾ നേരിയ തോതിൽ സ്വയം ഉത്തേജിക്കും. ഇതിനെ ഓട്ടോ എക്സൈറ്റേഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്വയം ഉത്തേജനത്തിൻ്റെ ഫലമായാണ് പ്രകാശബിന്ദുക്കൾ നമുക്ക് ദൃശ്യമാകുന്നത്. വിരലുകൊണ്ട് അടച്ചുപിടിച്ച കൺപോളകൾക്ക് മുകളിൽ അമർത്തുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു. വിരലുകളുടെ മർദ്ദം നേത്രനാഡീകോശത്തെ അല്പസമയത്തേക്ക് ഉത്തേജിപ്പിക്കുന്നു. തൽഫലമായി പലതരം പൊട്ടുകളും മറ്റും നമുക്ക് ദൃശ്യമാകുന്നു.